വിഘ്നേശ്വരാ കടവുളേ. എന്താ ചേച്ചി? ദേ ഒരു കള്ളൻ അന്ന് ജനലിൽ കൂടെ നമ്മുടെ സാരി കട്ടാനായിരിക്കും. വാട്ട് ഈസ് ദി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, വണ്ടി മൂവ് ആവുന്നില്ല. ഇതാ വരുന്നു. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഞങ്ങൾ ശരിയാക്കളാം. ചിലപ്പോ ഗിയർ കേബിളിന്റെ പ്രശ്നമായിരിക്കും. ഗിയർ കേബിളിന്റെ ഇതോ? അതല്ല, അതിന്റെ അപ്പുറത്ത്. ഓ, എന്താ പേര്? ബുള്ളറ്റ്. എന്റെ ബുള്ളറ്റ് ഒന്ന് മാറിയെന്നേ. അല്ല, അവന്റെ പേര് ബുള്ളറ്റ് എന്നല്ല, കിഷോറെന്നാ. കിഷോറിനാ? ശരി, ഒന്ന് മാറിയെന്ന്. എന്താ ഓടി ഒന്നും വണ്ടിയില്ല, പിന്നെ എന്താ ശരിയായില്ല. വിട്ടോ 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 വിട്ടോ, ഞാൻ ശരിയാക്കി തരാം. ഇതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. ബുള്ളറ്റ് അല്ലേ? എന്താ ചൂടുണ്ട് ട്ടാ, ചൂടുണ്ട്. ഞാൻ ഓരോന്ന് തരാം. എന്താ നോക്കുന്നത്? അല്ല, അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊളുത്തിട്ടിട്ട് അതിന്റെ കൊളുത്തിട്ട് അങ്ങനെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് പണിയാലോ. ഒരു ജാക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു കളി കളിക്കായിരുന്നു. ഡയമണ്ട് ജാക്കി വേണോ സ്പീഡ് ജാക്കി വേണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്താ ആശാനെ, സംഗതി ചളവായോ? ഞാൻ ആശാനല്ല, ബ്രാഹ്മണനാ. ബ്രോ ബ്രാഹ്മണ, തന്നോട് ആരാ പറഞ്ഞു ശൂദ്രന്റെ പണി ചെയ്യാൻ? ഞാനിത് അയച്ചിടുമ്പോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഓ, സത്യത്തിൽ ഇതിന് എന്താ പറ്റിയേ? വക്കീലിനോടും മെക്കാനിക്കിനോടും സത്യം പറയാവൂ. സത്യം പറ, എന്താ ഉണ്ടായേ? തന്നെ ഇത് തൊടിച്ചത് ഏറ്റവും വലിയ പ്രശ്നം. ഓഹോ, അങ്ങനെയായ. നമുക്ക് ശരിയാക്കിയെടുത്തോളം മതി. മതിയോ? ഞാൻ പോട്ടെട്ടാ. ഇന്നത്തെ കാലിലോട്ട് കയറ്റി. കേറ്റിനോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഓഫീസിൽ പോവല്ലേ, മടങ്ങി വരുമ്പോ ഈ സാധനങ്ങളും കയറ്റാം, നിങ്ങളെയും കയറ്റാം. പോരെ? ആസൂത്രം വേണ്ട, താനല്ലേ ഈ പണിയെല്ലാം ചെയ്തത്. ഇതിപ്പോ പേലി കിടന്ന പാമ്പിനെ എടുത്ത ഒരുമാതിരി മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ആ പെട്രോൾ ടാങ്ക് എടുത്തേ. ഇതിൽ പെട്രോൾ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, ഇതിൽ പെട്രോൾ ഇല്ല. പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ആവുക? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോ. പുതിയ കാര്യമാണല്ലേ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് പറ്റി സാർ? എന്താ സാർ പറ്റിയത്? ഒന്നും പറ്റിയില്ല. എന്താ വല്ലതും പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കരി. ഓഫീസ് സമയത്താണല്ലോ ശൃംഗാരം തെണ്ടി. 3-4 കുട്ടികളായില്ലോ എനിക്ക്. വൃത്തിയേട്ടവനെ. സഹൃദയരെ, കലാകൈരളിക്ക് മുമ്പിൽ താനൂർ താ അവതരിപ്പിക്കുന്ന ഷീലെ നീ കരയരുത്. ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല അടുത്ത ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവ കോമളൻ മന്ദം മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. സാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിൽ മെല്ലെ മെല്ലെ ഒളിച്ചു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മന്ദം മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്, എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്, ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട, മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ.
ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ, ജാതകൃഷ്ണ. എന്നാ ഞാൻ വരാം. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ടു തരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക് കൃഷ്ണ, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് ആനന്ദൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd Street 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്? ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താണോ താഹ അവിടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്ക വേളക്കാരെ. ഇന്ന് എന്റെ ഉമ്മ വെച്ചത് എന്നെ ഒരു താളത്തിലാണ്. ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളവരും കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കണതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവൻ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്? താങ്ക് യു. വെൽക്കം. Hello, reception. What can I do for you? Okay, sir. I'll see to it. Thank you. One not 6 ഫ്ലഷ് ഔട്ട് വർക്ക് ചെയ്യുന്നില്ല. അവിടെ പോയി എന്താണെന്ന് നോക്കൂ. Yes. Can I help you, sir? Hello. This is Frankie. അയാൾ എന്നെ ബോംബെയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആര്? വേറെ ആരാ? That stupid Frank. മമ്മിക്ക് ഇത് വളരെ ലൈറ്റ് ആണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഒരു സൈഡിസ്റ്റിനെ പോലെയാ അയാൾ എപ്പോഴും. അതൊക്കെ മാറും എന്റെ മോളെ. അവൻ ചെറുപ്പമല്ലേ. പോരെങ്കിൽ നീ എന്ന് വെച്ചാ അവന് ജീവനാ. എന്റെ മോള് ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്കേ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷിച്ച്? ആ സുബ്ബമ്മയുടെ മകൻ വന്നിട്ടുണ്ട്, പാലക്കാട്ടുന്ന്. ഡോക്ടർ നമ്മളൊന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഗോ ആൻഡ് ചേഞ്ച്. അനന്താ, ലത്തീഷ വരച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ അറിയാലോ. അല്ല ആളെവിടെ പോയി? ഇങ്ങനെ പോയാ എങ്ങനെയാ? എന്നാ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാ പറയും സ്റ്റോക്ക് ഇല്ലെന്ന്. எங்களுக்கு ஒரு குத்தி ஒரு மாசத்துக்கு வராது. ஸ்டவ் இருக்கு, அதனால பரவாயில்ல. അല്ല, മോനെ കണ്ടില്ലല്ലോ. അനന്താ, ഡേ അനന്താ, അനന്താ,
நந்தா എന്തമ്മാ நீ கொஞ்சம் வெளியே வா. ഞാൻ ഉറങ്ങി. தூக்கத்துல எப்படிடா பேசுறது? அதுல இங்க கொஞ்சம் வேலை இருக்கு. என்னடா இவ்வளவு பெரிய வேலை? ஒரு நிமிஷம் வெளியே வந்துட்டு போ. என்னாச்சு உனக்கு? உடம்பு சரியில்லை. உடம்புக்கு என்னாச்சு? தலைவலிக்குதம்மா. தலைவலியா? வா நான் விக்ஸ் போட்டு. வேணாம் வேணாம். ஒரு நிமிஷம் தாழைக்கு வா. எதுக்கம்மா நீ போ, நான் தூங்க போறேன். போ. பாடா അപ്പുറമാ சொல்றേ. എതുക്ക്? 2 സിലിണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഔദാര്യൊന്നും വേണ്ട. നമ്മളും കാശ് തന്നെയാ കൊടുക്കുന്നത്. വൃത്തിയോട് കാണിച്ചാലേ ഈ മെസ്സിയനി മഹാ ചീത്തയാ. ഇങ്ങനെ വിടാൻ പറ്റില്ല. അവൻ വരട്ടെ, ഞാൻ ചോദിക്കും. ആ ആന്റി പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. എനിക്ക് മാപ്പ്. ജീസസ്, എന്തിനാ മാപ്പ് പറയുന്നത്? സത്യമായിട്ടും ആന്റി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനിപ്പോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഈ പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പോട്ടുമോനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. യു ഡോണ്ട് വറി. ഐ ആം മിസ്സസ് ഫെർണാണ്ടോ മെസ്സി. ഇതെന്റെ മകള് ലത്തീഷ. ഹലോ. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. അപ്പോ മോൻ വയ്ക്കോ, ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ, പിന്നെ കാണാം. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്താ കണ്ണു കാണുന്നില്ലേ? എവിടെയോ കണ്ടു മറന്ന പോലെ. അണ്ണാ, ഇത് ഞാനാ അണ്ണാ. മാഡം, മാഡം, യെസ്, ആരാത്? ഗുഡ് മോർണിംഗ്. ആരാ One നിങ്ങള്? second, please. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? I am ജാതക് കൃഷ്ണ. ജാതക് കൃഷ്ണ. ആ, എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. Oh, you're a very smart young boy. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. The sun, moon, planets and rainbow. Oh, wow. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. This is original? ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം.